പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയുടെ രണ്ടാം ഭാഗമാണ്. സ്ക്രീനിൽ കാണുന്ന കാഴ്ചകളിലൂടെ പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടാകും കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വിശേഷമായിരിക്കും എന്നുള്ളത്. എന്തായാലും കൃഷിയുമായി ബന്ധപ്പെട്ട കൃഷിഭവൻ ഓഫീസറും അതുപോലെ തന്നെ കൃഷി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് അവരുമായിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണമാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. ഒരുപക്ഷെ കൃഷിയൊക്കെ സ്നേഹിക്കുന്ന, കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായിരിക്കുന്ന ഒരുപാട് സന്ദേശങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സംസാരിച്ചപ്പോൾ അതിലൂടെ കൃഷി ഓഫീസറുടെ ഭാഗത്തു നിന്നുള്ള സഹകരണത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ മുജീബ് അതിൻ്റെ ഓണർ ഇത് കൃഷി ചെയ്യുന്ന അവരും പറയുന്നത് കൃഷി ഓഫീസറുടെ ഭാഗത്ത് നല്ല സഹകരണങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തേണ്ടതുണ്ട്. എന്താണ് ഓഫീസർക്ക് പറയാനുള്ളത്? നമ്മൾ കഴിഞ്ഞ 4 വർഷമായിട്ട് കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ എടരിക്കോട് സ്വദേശിയാണ് മുജീബുക്ക. പുള്ളി ഇവിടെ പാട്ടത്തിനെടുത്തിട്ടാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തു വരുന്നത്. ആദ്യം 1 ഏക്കറോളം സ്ഥലത്തായിരുന്നു. ഇപ്പം നമ്മൾ 2 സൈഡും പാട്ടത്തിനെടുത്തിട്ട് 2 ഏക്കറോളം സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വിഷരഹിതമായ പച്ചക്കറികൾ, നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള പച്ചക്കറികളും അദ്ദേഹം അരികുകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. തണ്ണിമത്തൻ കൃഷിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള മാതൃക എന്ന് പറയുന്നത് ഓപ്പൺ പൊസിഷൻ ഫാമിംഗ് എന്നുള്ളൊരു മാതൃകയാണ്. അതായത് ഡ്രിപ്പ് സംവിധാനം വഴിയാണ് ഇതിനുള്ള നനകളും അതിൻ്റെ ഒപ്പം തന്നെ ഫെർട്ടിഗേഷൻ ചെയ്യുന്നത്. ഫെർട്ടിഗേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നനയുടെ കൂടെ തന്നെ വളം കൂടെ കൊടുക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന വളങ്ങളാണ്. അതായത് 19-19 പോലത്തെ വെള്ളത്തിൽ മിക്സ് ആവുന്ന വളങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡ്രിപ്പ് വഴി തന്നെയാണ് ഇതിൻ്റെ കടക്കിലോട്ടാണ് നമ്മൾ തുള്ളിയായിട്ട് എത്തുന്നത്. അപ്പോൾ നമ്മളിതിലൂടെ നമ്മൾ ഒരുപാട് വെള്ളം കൂടെ ലാഭിക്കുന്നുണ്ട്. മറ്റു കൃഷി അപേക്ഷിച്ചിട്ട് നമ്മൾ ഒരുപാട് വെള്ളം ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഈ കൃഷി ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 3 തരത്തിലെ തണ്ണിമത്തനാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഓറഞ്ച്, മഞ്ഞ, ചുവപ്പ് എന്നുള്ള കളറിൽ. ഇറാനി വെറൈറ്റി മുതലായ വെറൈറ്റികളൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ സൗജന്യ വൈദ്യുതി ലഭിക്കുന്ന കർഷകർക്ക് സോളാർ വെക്കുന്ന രീതിയിൽ നമ്മൾ പദ്ധതി വന്നിട്ടുണ്ടായിരുന്നു. PM കുസും എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അത് വന്നിട്ടുള്ളത്. അതും ഈ തോട്ടത്തിൽ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തു. വൈകാതെ തന്നെ നമ്മളുടെ കാർഷിക കണക്ഷൻ സൗജന്യമായിട്ട് ലഭിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ഇത് നടത്തി വരുന്നതാണ്. മേഡം, പിന്നെ ഇവിടെ കണ്ടമാനം പുല്ലുകളുണ്ടല്ലോ. അപ്പോൾ എന്താ പറയുക, ബത്തക്ക തണ്ണിമത്തൻ കൃഷിൻ്റെ ഇടയിലായിട്ട് ആ പുല്ലുകൾ ആ കൃഷിക്ക് ഗുണമാണോ ദോഷമാണോ? അതായത് നമ്മളിപ്പോൾ മൾച്ചിങ് ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ ഡ്രിപ്പ് ഇട്ടിട്ടാണ് നനയും വളങ്ങളും കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രമാണ് നമ്മളുടെ വെള്ളവും വളവും പോകുന്നത്. മൾച്ചിങ് ഷീറ്റ് ഇല്ലാത്ത ഭാഗത്താണ് നമുക്ക് ഈ പുല്ല് മുളയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ വളർന്ന് വന്ന് തണ്ണിമത്തൻ ഉണ്ടാവുന്ന സമയത്ത് ഈ തണ്ണിമത്തൻ മണ്ണിൽ കിടക്കാതെ ഈ പുല്ലുമ്പോൾ തന്നെയായിരിക്കും കിടക്കുന്നുണ്ടാവുക. നേരിട്ട് തണ്ണിമത്തൻ മണ്ണിൽ കിടക്കുമ്പോൾ പല അസുഖങ്ങളും വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ പുല്ല് കുറച്ചുണ്ടെങ്കിൽ നല്ലതാണ്, കുറച്ചാണെങ്കിൽ നല്ലതാണ്. അധികമായിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളവ് കുറയും. കുറച്ചാണെങ്കിൽ നമുക്ക് ഈ തണ്ണിമത്തന് ഒരു ബെഡ് പോലെ ആ പുല്ല് ആക്ട് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു കുഷനിങ് എഫക്റ്റ് കിട്ടും. അപ്പോൾ തണ്ണിമത്തൻ നല്ല ആരോഗ്യത്തോടെ നല്ല കാണാൻ നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പുല്ലുണ്ടെങ്കിൽ അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിന്റെ മുരടിലേക്ക് ഒരിക്കലും തന്നെ പുല്ല് മുളക്കില്ല, കാരണം നമ്മൾ മൾച്ചിങ് ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ട് അപ്പോൾ അതിന് കൊടുക്കുന്ന വെള്ളവും വളവും ആ തണ്ണിമത്തന് വേര് തന്നെ തണ്ടിന് മാത്രമായിട്ട് കിട്ടും. പിന്നെ പുറത്ത് പടർന്ന് വലുതാകുന്നത് ഈ തണ്ണിമത്തന് മണ്ണ് തട്ടിയിട്ട് വരുന്ന ഇൻഫെക്ഷനും മറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ തടയാൻ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അധികമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റ് ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തണ്ണിമത്തന്റെ വലിപ്പം ഇതൊക്കെ കുറയാൻ വേണ്ടി കാരണമാവും. ഒരു മിതമായ നിരക്കിൽ ഇപ്പോൾ തണ്ണിമത്തൻ അത്യാവശ്യം സ്പ്രെഡ് ചെയ്തതിനു ശേഷം വരുന്ന പുല്ലുകൾ നല്ല രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഈ പ്രസിഷൻ ഫാമിംഗ്, ഓപ്പൺ പ്രസിഷൻ ഫാമിംഗ് അല്ല, മൾച്ചിങ് ഷീറ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ തണ്ണിമത്തൻ വളർത്തുമ്പോൾ അതിന് ചുറ്റും പുല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പം അതിൽ ചിലപ്പോൾ നമ്മളുടെ കുറേ അസുഖങ്ങൾ വരുത്തുന്ന രോഗകീടാണുക്കൾ ഉണ്ടായിരിക്കും. അത് നമ്മുടെ തണ്ണിമത്തനിലേക്കും വരും. അപ്പം അധികം പുല്ലായിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ പുല്ലുകളിൽ ചിലപ്പോൾ കുറേ രോഗങ്ങളും കീടങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് നമ്മൾ തണ്ണിമത്തനോട് കൂടെ വരും. അപ്പോൾ അതൊരു ഈൽഡ് ലോസ് ആയിട്ട് മാറും. അപ്പം നമ്മൾ ഒരു പരിധി വരെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തണം. അങ്ങനെ ഒരു മിതമായ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലതായിട്ടും, അധികമാണെങ്കിൽ നമുക്കത് തണ്ണിമത്തൻ്റെ ഒരു ഈൽഡ് ലോസ് ആയിട്ടും വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിലിപ്പോൾ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യത്രേ ഉള്ളൂ, ഈ പുല്ല് ചെറിയ രീതിയിൽ മുളക്കുന്നതിന് ദോഷമില്ല. അതായത് മാഡം പറഞ്ഞെന്ന് കരുത്തിയിട്ട് എല്ലാവരും കൂടെ പുല്ല് മുളപ്പിക്കാൻ പോയാൽ അതിൽ ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ ബാക്കിൽ വരാനുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഓക്കെ, ഒരു നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് തോന്നുന്നു. അപ്പോൾ മുജീബ് ഭായി കൂടെ ഭാര്യ സാധർമണിയാണ്. ഇവരെല്ലാവരും പറയുന്നത് വെച്ചാൽ, പ്രത്യേകിച്ച് മാഡം പറഞ്ഞത് വെച്ചാൽ, നിങ്ങൾക്ക് ഈ കൃഷിക്കൊക്കെ സപ്പോർട്ടിംഗ് ആയിട്ട് അല്ലെങ്കിൽ വലിയൊരു പ്രോത്സാഹനമായിട്ട് കൂടെ നിൽക്കുന്ന പുള്ളിയാണ്. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ 4ാമത്തെ വർഷമാണ്, ഏകദേശം എൻ്റെ അറിവ് 3 വർഷത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, ഇത് അടക്കം. അപ്പോൾ ഇവിടങ്ങളിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളെ വൈഫിനെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ സത്യത്തിൽ നിങ്ങളെ 2 പേരോടാണ് സംസാരം. ഇതിൻ്റെ എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള കാര്യങ്ങളൊക്കെ മാഡം വിശദീകരിച്ച് തന്നു വ്യക്തമായിട്ട്. ഇനി അറിയേണ്ട കാര്യം, ഇതിലേക്കുള്ള വളമ പോകുന്നുണ്ടല്ലോ, ഈ വെള്ളത്തിലൂടെയുള്ള പമ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ തന്നെയാണ് ഇതിലേക്കുള്ള വളവും കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഘട്ടം വളം എങ്ങനെയാണെന്ന് മാഡം പറഞ്ഞു തന്നു. അപ്പോൾ അതിൻ്റെ ഒരു സിസ്റ്റം പറഞ്ഞുതരുമോ, അതിനുള്ള ടാങ്ക് സംവിധാനം എങ്ങനെയൊക്കെയാണെന്നുള്ളത്?
അത് നമ്മൾ ഒരു 4 ഇല അതിൻ്റെ ദിവസം നമ്മൾ 19 കൊടുക്കും. പിന്നെ ഒരു 16 ദിവസം ആകുമ്പോൾ 1261. അങ്ങനെ കാട്ടിയാറുണ്ട് വിളിക്ക്. ഓക്കെ പറയും. പിന്നെ പൂവ് കായ ഉണ്ടാകുമ്പോൾ പിന്നെ 1345 കൊടുക്കും. 1345 കൊടുക്കും. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിറം കൂടാനും മധുരം വെക്കാനൊക്കെ 0.50 കൊടുക്കും. അത് കഴിഞ്ഞ പിന്നെ വളവായി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. 2 നേരം നനക്കൂല്ലേ? രാവിലെയും വൈകിട്ട് നനക്കും. ഓക്കെ. അപ്പോൾ രണ്ടാളും കൂടി രാവിലെ വരില്ല? രാവിലെ നമ്മൾ അബ്ദുല്ലാജി നനക്കും. അബ്ദുല്ലാജി രാവിലെ അബ്ദുല്ലാജി ഉണ്ട് കേട്ടോ കൂടെ. അബ്ദുല്ലാജി കാണട്ടെ ജനങ്ങൾ. ഇതാണ് അബ്ദുല്ലാജി. മലയാളിയാണ്. മലയാളിയാണ് അബ്ദുല്ലാജി. നിങ്ങൾ രണ്ടാം കൂടിയാണ്. ഓക്കെ. അപ്പം രാവിലത്തെ നന മൂപ്പര് നനക്കും. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം രണ്ടാം കൂടെ വരും. മൂപ്പര് സപ്പോർട്ട് കൊണ്ടാണ് നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നല്ലേ? ഓക്കെ. ഇനി ഇതിനെക്കുറിച്ച് ഇപ്പോൾ കൃഷിയാകുമ്പോൾ ചില സമയങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചാൽ നമുക്കത് നഷ്ടം വരും. അപ്പോൾ എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ കൃഷിനെ വിളവെടുക്കാൻ സമയത്ത് മഴ ഇതെന്ന് തോന്നുന്നു. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് ദോഷം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചിലപ്പം പലപ്പോഴും നഷ്ടത്തിലായി വരും. എങ്കിലും അടുത്ത വർഷം വീണ്ടും ഇത് ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഒരു മാനസിക സന്തോഷം കണ്ടെത്തുന്നത്? അത് നമുക്കിത് ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമാണ്, എല്ലാവർക്കും കൊടുക്കുന്നതും. നമുക്ക് ഈ പൂവും കായൊക്കെ ഇടുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണ്. തീർച്ചയായിട്ടും അതൊരു വലിയ സംഭവമാണ്. നമ്മൾ കൃഷി ചെയ്തത് പച്ച പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ അതൊരു രസമാണ്. നമുക്കൊരു മനസ്സൊക്കെ തൃപ്തിയാണ്, സന്തോഷമാണ് കാണുമ്പോൾ. അത് നമ്മളെ പൂർവികരായിരിക്കുന്ന ആളുകൾ നമ്മളിപ്പോൾ ഒരു 80, 85, 90 വയസ്സായ ആളുകൾ ഇന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തൈ ഒരു നടാൻ തയ്യാറാവും, ഒരു കഴുങ്ങോ ഒരു തെങ്ങൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നടുന്ന ആ എന്താ പറയുക കാരണവർക്ക് അറിയാം ഇതിൻ്റെ വിഭവം കഴിക്കാൻ ഞാൻ ഉണ്ടാവില്ല എന്ന്. പക്ഷേ അദ്ദേഹം നമുക്ക് തരുന്നൊരു സന്ദേശം നമുക്ക് ശേഷമുള്ള ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കാം. അതൊരു നല്ല സന്ദേശമാണ്. നമ്മളെ നിസ്സാരമായി തള്ളിക്കളയാനല്ല. അപ്പോൾ നമ്മളും തന്നെ ചെയ്യുന്നത് എന്താണ്? വരാനിരിക്കുന്ന ഒരു ഭാവിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ആരൊക്കെ അത് കരുതി വെച്ചു, നമ്മളത് ആസ്വദിക്കുന്നു, നമുക്ക് ശേഷം വരാനുള്ളവർക്ക് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ വളമിൻ്റെ സംവിധാനം ഒന്ന് കാണിച്ചാണ്. വളമൻ്റെ സംവിധാനം നമ്മൾ ഇത് വെഞ്ചറിയാണ്. ഇത് നമ്മൾ വളം അവിടെ ഒരു ബക്കറ്റിൽ കലക്കി വെക്കും. വെഞ്ചറി ഇത് തിരിച്ചു കൊടുത്ത് അത് ഓഫ് ചെയ്താൽ വെഞ്ചറി കൂടി പിന്നെ വളമ വലിച്ചെടുക്കും. വളം വലിച്ചു. അപ്പോൾ ഇതാണ് വളം വലിച്ചെടുക്കാനുള്ള ഈ പച്ച പൈപ്പ്. ഇത് ടാങ്കിൽ വെക്കുമോ? ഇത് ടാങ്കിൽ വെച്ചിട്ട് വളമ ടാങ്കിൽ കലക്കിയിട്ട് ഇതാണ് തിരിച്ചാൽ ഇതിവിടെ ഓണാക്കിയാൽ ഇവിടെ അങ്ങോട്ട് പോകും വെള്ളം. ഓക്കെ. ആ വെള്ളം സപ്ലൈ ചെയ്യണ അതിലൂടെ തന്നെ ആ ടാങ്കിലാണോ? ആ കാണുന്ന ടാങ്കിലാണോ വളമ കലക്കി വെക്കുന്നത്? അതിലേക്ക് ഈ പൈപ്പ് കൊണ്ടുവരും. യെസ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഈ വാൾവ് തിരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ടാങ്കിൽ നിന്നുള്ള വെള്ളം അങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ വളമൻ്റെ ഒരു സിസ്റ്റം. ഇതെന്താ സംഭവം? ഇതൊന്നും അത് ഫിൽറ്ററാണ്. അത് ഫിൽറ്റർ ചെയ്യുന്നു. അതിൽ വളമിൽ വല്ല കച്ചറയും വെള്ളത്തിൽ കച്ചറൊക്കെ ഉണ്ടാകുമ്പോൾ പമ്പ് പമ്പ് ഓള് അടഞ്ഞു പോകാണ്ടിരിക്കാൻ നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടാണ് വെള്ളം വിടുന്നത്. വെള്ളമൊക്കെ വിടുന്നത്. അപ്പോൾ ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ട സാഹചര്യം വല്ലതും ഉണ്ടാവും? ക്ലീൻ ചെയ്യണം. ആഴ്ചയിലൊക്കെ ക്ലീൻ ചെയ്യണം. ആഴ്ചയിൽ പ്രാവശ്യം ക്ലീൻ. അതിന് ക്ലീനിങ്ങുള്ള സാധനം കഴിക്കാം. ഇതിങ്ങനെ അയച്ചാൽ ഫിൽറ്റർ. ഓക്കെ. ശരി. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ള പ്രേക്ഷകർക്ക് ഇത് ഉപകാരം. അപ്പോൾ മുജിബായി കച്ചവടങ്ങൾ കുഴപ്പമില്ല, പ്രാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ നോമ്പിന് പകുതി കഴിഞ്ഞല്ലോ, ഇപ്പോൾ പകുതികളായി. ഇനി പകുതിയുള്ള സ്കോപ്പാണുള്ളത്. ഏറ്റവും കൂടുതൽ തണ്ണിമത്തം പോകുന്നത് നോമ്പിൻ്റെ സമയങ്ങളിൽ. പൊതുവേ തണ്ണിമത്തം ചൂടുകാലത്ത് നമുക്ക് ആവശ്യമാണ്. ഇവിടെ കൂടുതൽ തണ്ണിമത്തൻ തന്നെ പോകുന്നത്. ഏതൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ? മഞ്ഞുണ്ട്, ഓറഞ്ച് ഉണ്ട്, ചോപ്പ് ഉണ്ട്. 3 ഐറ്റംസ് ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വില തരുന്നത് ചോപ്പാണോ? ചോപ്പും മഞ്ഞ. അങ്ങനെ വേറെ എന്തെങ്കിലും ക്ഷീണങ്ങൾ കാണണ്ടേ വിത്ത് വാങ്ങിക്കുന്നതിൽ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ മുജിബായി, ഇനി എനിക്കറിയേണ്ട കാര്യം, ഞാൻ ഇപ്പോൾ ഇവരൊക്കെ സംസാരിച്ചു, ജനപ്രതിനിധികളായിട്ട് സംസാരിച്ചു, അതുപോലെ തന്നെ നമ്മളെ കൃഷി ഓഫീസർ ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് തന്നു. അത് പൊതുസമൂഹത്തിനൊക്കെ അല്ലെങ്കിൽ കൃഷി ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള കൃഷി ചെയ്യുന്ന ആളുകൾക്കൊക്കെ വലിയൊരു പ്രചോദനമാണ്. അത്ര ഇൻഫോർമേറ്റീവ് ആയിരിക്കുന്ന കാര്യങ്ങളാണ് തന്നത്. അപ്പോൾ ഇനി എനിക്ക് ഇപ്പോൾ അവരൊക്കെ അവരുടെ വഴിക്ക് പോയി, ജനപ്രതിനിധികൾ പോയി, കൃഷി ഓഫീസർ പോയി. എനിക്ക് പേഴ്സണായിട്ട് ചോദിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് നിങ്ങളടുത്ത് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ, കൽപ്പാഞ്ചേരി പഞ്ചായത്തിൻ്റെ കീഴിൽ നമ്മൾ കൃഷി ഓഫീസിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് കൃഷി ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കൃഷി ഭവൻ ഓഫീസുമായിട്ട് നമുക്ക് ഒരുപാട് സേവനങ്ങൾ വരേണ്ടതുണ്ട്. അവരുടെ സഹായ സഹകരണങ്ങൾ വരുന്നുണ്ട്. കാരണം ഗവൺമെൻറ് അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് നമ്മുടെ കൃഷി ഓഫീസുമായിട്ടുള്ള സമീപനത്തിനെ കുറിച്ച് പറയാനുള്ളത്? കൃഷി ഓഫീസർ, നമ്മളപ്പത്തെ കൃഷി ഓഫീസർ വളരെ നല്ല കൃഷി ഓഫീസറാണ്. എല്ലാറ്റിനും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൃഷി ഓഫീസറാണ്. പിന്നെ
ഞാൻ കൃഷി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരുന്നു, ഇങ്ങനെ ചോദിച്ചിരുന്നു ഇങ്ങനെ. അപ്പോൾ എന്നോട് പറഞ്ഞു എങ്ങനെ കൃഷി ഉണ്ടായിക്കോ, നഷ്ടം വരില്ല, നമുക്ക് എന്താ വേണ്ട വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം മുന്നിട്ട് ഇറങ്ങി എല്ലാം ചെയ്തു തരുന്നുണ്ട്. അവിടുന്ന് എല്ലാ സപ്പോർട്ടും കൃഷി ഓഫീസർ എത്തുന്ന എല്ലാ സപ്പോർട്ടും നമുക്കുണ്ട്. അപ്പോൾ അവിടുന്ന് ചെയ്യാൻ വരുന്ന പരമാവധി എല്ലാ സപ്പോർട്ടും ഉണ്ട്. എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് കൃഷി ഓഫീസർ എത്തുന്ന നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്, എല്ലാം നോക്കി മനസ്സിലാക്കി നമ്മളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്നെല്ലാം പറഞ്ഞു തരുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നമ്മളിങ്ങനെ നമ്മുടെ ഗ്രാമീണ വിശേഷങ്ങളാണ് പൊതു സമൂഹത്തിൽ കൂടുതൽ എത്തിക്കല്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ധാരാളം പൊതുവെ എനിക്ക് കൃഷി കാര്യങ്ങൾ പൊന്തിച്ചുകൊണ്ട് ഭയങ്കര താല്പര്യം. കാരണം നമ്മളതിന് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും കൃഷി ഓഫീസറായിട്ട് കുറിച്ചിട്ടും അല്ലെങ്കിൽ അവരെ നേരിട്ട് കാണാനും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെടുത്തും അഭിപ്രായം കിട്ടിയതൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ടിങ് കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. അത് തന്നെയാണ് ഇവിടെ വലിയ പ്രോത്സാഹനം. പിന്നെ നിങ്ങൾക്ക് മറ്റൊരു ചോദ്യം കൂടി, നിങ്ങൾക്ക് ഈ വത്തക്ക കൃഷി അല്ലാത്ത മറ്റേതെങ്കിലും കൃഷികളുണ്ടോ? എനിക്ക് മെയിനായിട്ട് വെറ്റില കൃഷിയാണ്. വെറ്റില കൃഷി പ്രേക്ഷകർ ശ്രദ്ധിക്കുക. കൽപ്പകഞ്ചേരിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങളെ മനസ്സിൽ ആദ്യമായിട്ട് പറയാനുള്ള ഒരു പ്രധാന വിഭവം എന്ന് പറഞ്ഞാൽ അത് വെറ്റില കൃഷിയാണ്. പിന്നെ തെങ്ങ്, കഴുങ്ങ്, ഇതെല്ലാം കൂടെ കൂടി അങ്ങനെ ആയിരുന്നു. പിന്നുള്ളത് നെൽകൃഷിയാണ്. നെൽകൃഷിയുണ്ട്, 4 ഏക്കർ നെല്ലുണ്ട്. അതെവിടെ നെൽകൃഷി നടത്താൻ? ഏട്ടർകോട് പഞ്ചായത്തിലാണ്. അതവിടെ അത് പാട്ടത്തിന് എടുത്തിട്ടാണ് എല്ലാം പാട്ടത്തിന്. ഇവിടെയും പാട്ടത്തിന് എടുത്തിട്ട് മറ്റേതോ വെറ്റില കൃഷിയും അതും പാട്ടത്തിനാണ്. അപ്പോൾ മനസ്സിലാക്കുക, സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കൃഷി ചെയ്യാൻ, എനിക്ക് സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ ഒരുപാട് കൃഷി ചെയ്യുന്നു പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് മുജീബിക്ക. കാരണം നമുക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന തരിശായ ഭൂമി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഭൂമി നമുക്ക് എവിടെ നിന്ന് കിട്ടും. നമുക്ക് താല്പര്യമാണ് മുഖ്യം. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായിരിക്കണം. അപ്പോൾ ഓക്കെ. അപ്പോൾ കൃഷിഭവന്റെ ഭാഗത്തുള്ള എൻ്റെ ഒരു എടരിക്കോട് പഞ്ചായത്ത് കൃഷിഭവൻ ആയിക്കോട്ടെ, അവിടെ നമുക്ക് നല്ല സപ്പോർട്ടാണ്. നിങ്ങൾ എടരിക്കോടാണ്? എടരിക്കോട് പഞ്ചായത്താണ്. എടരിക്കോട് പഞ്ചായത്ത് എത്രാം വാർഡാ? നമ്മൾ 16ാം വാർഡ്. അപ്പോൾ അവിടെ എടരിക്കോട് നിന്നാണ് ഇവിടെ 4ാമത്തെ വർഷം അല്ലേ? ഇത് 4ാമത്തെ വർഷം. ഇത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആരാന്ന് പറഞ്ഞേ? നമ്മളെ അബ്ദുള്ള കുട്ടേജ് ഉണ്ട്, നമ്മുടെ സ്ഥലത്തിന്റെ മുതലാളി. മൂപ്പരങ്ങളുടെ കൂട്ടത്തിൽ ഒരു പങ്കാളി ഉണ്ടാവും? പങ്കില്ലെങ്കിലും നമുക്ക് പങ്കാളിമായിട്ട് തന്നെയാണ്. നമുക്ക് എല്ലാ സപ്പോർട്ട് ഉണ്ട്. ഈ രാവിലെ നനക്കാൻ സപ്പോർട്ട് നാട്ടുകാരും അയൽവാസികളും എല്ലാവരും സപ്പോർട്ട് ഉണ്ട്. ഈ നാട് സത്യത്തിന്റെ അതുകൊണ്ട് തന്നെയാണ് അത് എപ്പോഴും ഈ ഒരു പരിപാടി ഇതൊരു ഉത്സവമായിരിക്കാം കൊണ്ടുനടക്കല്. ഇവിടുത്തെ വത്തക്ക വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾ കൂടുന്നുണ്ടല്ലോ. അവരെല്ലാരും വരുന്ന നമ്മുടെ നാട്ടിലത്തെ കൃഷി എന്ന നിലക്ക്. അപ്പൊ അത് സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉത്സവമായിട്ട് മാറട്ടെ. കൃഷിയെ ജനങ്ങൾ എന്തായിട്ടെ കൃഷിയോട് കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കണം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന ആ സംഭവം പച്ച പിടിച്ച് വളരുന്നത്, അതിന് കിട്ടുന്ന വിഭവം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് വല്ലാത്തൊരു സന്തോഷം. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഇപ്പൊ നമ്മള് കറുത്ത് വെച്ചതല്ലേ? ഇതിൽ ഏതൊക്കെ ഐറ്റംസ് ഉണ്ട്? ഇപ്പോൾ ഇതിൽ മഞ്ഞുണ്ട്, ഓറഞ്ച് ഉണ്ട്, ചോപ്പ് ഉണ്ട്. 3 ഐറ്റം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 3 ഐറ്റം തന്നെയായിരുന്നു. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ ഹോൾ സൈഡ് കൊടുക്കൂല? ഇല്ല, ഇവിടെ ഉള്ള സാധനം ഉണ്ടാവും. നിങ്ങൾക്ക് പരമാവധി ആൾക്കാർ ഇതുപോലെ തന്നെ കച്ചവടം ആളുകൾ വന്നോണ്ടിരിക്കൂലേ? ഓക്കെ. അപ്പൊ അതിനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാവുള്ളൂ. നോമ്പ് പകുതി ഏകദേശം ഈ ഒരു പകുതി സമയം കൊണ്ട് 25 ആകുമ്പോൾ ഫിനിഷ് ചെയ്യും. ഓക്കെ. അപ്പൊ ശരി, നല്ല ഒരുപാട് സന്തോഷം. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ ഈ പറയുന്ന ക്യാരക്ടർ മുജീബ് ഭായ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹമാണ് ഈ കൃഷിക്കൊക്കെ നേതൃത്വം വഹിക്കുന്നത്. ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള കറക്റ്റുള്ള ഇൻഫർമേഷനാണ്. ഇങ്ങനെ ഒരു വിശദമായൊരു കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കാരണമായത് എന്താ വെച്ചാൽ കൃഷി ചെയ്യേണ്ട മേഖലയിലേക്ക്, കൃഷി മേഖലയിലേക്ക് നമ്മളൊക്കെ തിരിഞ്ഞ് വരേണ്ടതുണ്ട്. കാരണം അത് നമ്മൾ അന്നാണ്. ആ അന്നം മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഇപ്പോൾ ഒരു യുദ്ധം കാര്യമായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ കാര്യമായ യുദ്ധം നടക്കുകയാണ്. GCC രാജ്യങ്ങളിലൊക്കെ അത് ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് പോകുന്നു. ഹോർമുസ് കടലിടുക്ക് അടച്ചു എന്ന് പറയുന്നു. അത് പരിധി വിട്ട് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾക്കും എണ്ണ വരുന്നത് ബന്ധാകും, അല്ലെങ്കിൽ അതിൻ്റെ ഇറക്കം സ്റ്റോപ്പാകും. 20 to 30% വരെ എണ്ണ അതിലൂടെ കടന്നു വരുന്നതാണ്. അതൊക്കെ നമ്മളെ ബാധിക്കാനുള്ളതാണ്. അപ്പോൾ നാളെ അങ്ങനത്തെ എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ വിശപ്പ് മാറ്റാൻ ഞങ്ങളുടെ സംവിധാനം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ. അപ്പോൾ എന്ന ഒരു ഇൻഫർമേഷൻ നൽകിക്കൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോയെക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങളും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും, അതുപോലെ നിങ്ങളെ വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും, ചാനലിൻ്റെ പ്രവർത്തനം തുടർന്ന് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.